Welcome to BSc Main Physics, Paper 1, Semester 1, Mechanics and Properties of Matter. Unit 6, we are continuing Fluid Dynamics, and this is the 60th lecture in this series. And today we see Stokes formula in viscosity. Stokes formula in viscosity, BSc Main Physics, Paper 1, Semester 1, Mechanics and Properties of Matter. We see what is Stokes formula. ഇപ്പോൾ സ്റ്റോക്സ് ഫോർമുല പഠിക്കാനായിട്ട് ഇത്രയുള്ള കാര്യം നമ്മൾ വലിയൊരു ജാർ ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അത് അല്പം തെളിയാനുണ്ട്. എങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. ഒരു ജാർ കാണിച്ചിരിക്കുകയാണ്. അതിനകത്ത് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ഗ്ലിസറിൻ പോലെയുള്ള ഹൈലി വിസ്കസ് ലിക്വിഡ് എടുത്തിരിക്കുകയാണ്. വിസ്കോസിറ്റി കൂടുതലുള്ള ലിക്വിഡ് ആ ജാറിനകത്ത് എടുത്തിരിക്കുകയാണ്. അതിനകത്തൊരു ബോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. ആ ബോളാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് കീഴ്പോട്ട് വരുന്നതാണ് ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത്. ആ ബോൾ കീഴ്പോട്ട് സഞ്ചരിക്കുന്നതിന് ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത്. അത്രയുള്ള പടം. ഒരു ജാറ് ടോൾ ജാറ് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ഗ്ലിസറിൻ പോലെയുള്ള ഹൈലി വിസ്കസ് ലിക്വിഡ് എടുക്കും. ഒരു സ്റ്റീൽ ബാൾ ഡ്രോപ്പ് ചെയ്യും. ആ ഡ്രോപ്പ് ചെയ്ത ബോളിൻ്റെ മോഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സ്റ്റോക്സ് ഫോർമുല. സ്റ്റോക്സ് ഫോർമുല ഇൻ വിസ്കോസിറ്റി. The viscous force acting on a sphere of radius small a falling through a highly viscous liquid like glycerin or castor oil is given by the equation F is 6 pi eta AV, where eta is the coefficient of viscosity of a liquid. V is called terminal velocity. അതായത് ഈ ടോൾ ജാറിൽ നമ്മൾ സ്റ്റീൽ ബോൾ ഇടുക കാസ്റ്റർ ഓയിലിൽ അല്ലെങ്കിൽ ഗ്ലിസറിനകത്ത്. അപ്പോൾ അത് ഇപ്പോൾ സഞ്ചരിച്ചിട്ട് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ആ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ബോളിൻ്റെ പുറത്ത് ലിക്വിഡ് പ്രയോഗിക്കുന്ന കർഷണം, ഫ്രിക്ഷൻ, വിസ്കസ് ഫോഴ്സ്, അതിൻ്റെ ഇക്വേഷനാണ് F is equal to 6 pi eta AV. 6 pi eta AV. ഇപ്പോൾ ഈറ്റ ഇവിടെ വരുന്നുണ്ട്. ഈറ്റ നമ്മൾ പഠിക്കുന്ന ടൈമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കോഎഫിഷ്യന്റ് വിസ്കോസിറ്റിയാണ്. അതെന്താണെന്ന് ന്യൂട്ടൺസ് ഫോർമുല വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വിസ്കോസിറ്റിയുടെ പ്രധാനപ്പെട്ട ഫോർമുല പോയിസെലിസ് ആണ്. അത് പഠിക്കാനില്ല എങ്കിലും വിസ്കോസിറ്റിയുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ സ്റ്റോക്സ് ഫോർമുല കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് നേരത്തെ പഠിച്ചത് ന്യൂട്ടൺസ് ഫോർമുലയിൽ. അപ്പോൾ ഈ ഫോർമുലയിൽ എഫ് എന്ന് പറയുന്ന വിസ്കസ് ഫോഴ്സാണ്. ആ ലിക്വിഡ് സ്റ്റീൽ ബോളിൻ്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സാണ്. ഈറ്റ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റിയാണ്. എ എന്ന് പറയുന്ന ബോൾ റേഡിയസ്, സ്റ്റീൽ ബോൾ റേഡിയസ്. വി എ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ആ ബോള് ഈ ഓയിലിനകത്ത് ഗ്ലിസറിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റഡി സ്പീഡാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ഡെറിവേഷൻ ഉണ്ട്. ഈ ഡെറിവേഷൻ നമ്മൾ ഡയമെൻഷണൽ മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്. ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എത്ര ഡയമെൻഷണൽ നിങ്ങൾ +1 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. It is found that the viscous force acting on a ball descending, DESCENDING, descending in a liquid depends on. ഒരു ബോള് ലിക്വിഡിനകത്ത് ഡിസെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ഫോഴ്സ് ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും. നമ്പർ 1 വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്, നമ്പർ 2 റേഡിയസ് ഓഫ് ബോൾ, നമ്പർ 3 ടെർമിനൽ വെലോസിറ്റി. ആ ബോൾ കീഴ്പോട്ടിറങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന വിസ്കസ് ഫോഴ്സ് 3 ഫാക്ടറിനെ ആശ്രയിക്കും. ഒന്നാമത്തത് ലിക്വിഡ് വിസ്കോസിറ്റി, രണ്ടാമത്തത് റേഡിയസ് ഓഫ് ബോൾ, മൂന്നാമത്തത് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ എന്താണ് ടെർമിനൽ വെലോസിറ്റി? പ്രത്യേകം ക്വസ്റ്റ്യൻ പറയാൻ കേട്ടോ. തൽക്കാലം ടെർമിനൽ വെലോസിറ്റി, അതായത് ഈ ബോൾ ഇട്ട് കഴിഞ്ഞാൽ അത് കീഴ്പോട്ട് ചെന്നിട്ട് ഒരു സ്റ്റഡി സ്പീഡിലെത്തും. ഒരു 4-5 സെൻറ്റിമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കീഴ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബോൾ സ്ഥിരവേഗത്തിലാണ് പോകുന്നത്. അപ്പോൾ സ്ഥിരവേഗം കിട്ടാനുള്ള ഒരു കാരണമുണ്ട്. അത് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ആ സ്ഥിരവേഗതയെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ അതിനെയും ഈ വിസ്കസ് ഫോഴ്സ് ആശ്രയിക്കുന്നു. അപ്പോൾ നമ്മൾ ഡയമെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ ഈ 3 ഫാക്ടറിന് പ്രത്യേകം പവർ ഇട്ട് കാണിച്ചാൽ മതി. F proportional eta raised to x, F proportional a raised to y, F proportional v raised to z. Eta coefficient viscosity, A is the radius of the ball dropped, and V is the terminal velocity. അങ്ങനെയാണല്ലോ ഡയമെൻഷണൽ മെത്തേഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യുക പണ്ട് പഠിച്ച കാര്യം. എന്നിട്ട് ഈ 3 ടേമും കമ്പൈൻ ചെയ്ത് ഒരു ഇക്വേഷനാക്കി മാറ്റണം. ദാറ്റ് ഈസ് F proportional eta raised to x, a raised to y, v raised to z. നമുക്കറിയാം
എല്ലാ പ്രൊപ്പോർഷണാലിറ്റി സൈനുകളും ഈസ് ഈക്വൽ ടു കെ ഇട്ട് മാറ്റണം. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ കെ ഈറ്റ റൈസ് ടു എക്സ് എ റൈസ് ടു വൈ ബി റൈസ് ടു ഇസഡ്. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ചെയ്യുന്നത് ഡയമെൻഷൻ കൊടുക്കുക എന്നുള്ളത്. റൈറ്റിംഗ് ഡയമെൻഷൻസ് ഡയമെൻഷൻ കൊടുത്ത് നമ്മൾ കാണിക്കണം. ഡയമെൻഷൻ ഓഫ് എഫ് എം എൽ ടി റൈസ് ടു -2. ഡയമെൻഷൻ ഓഫ് കെ നിൽ, കെ എന്നുള്ള കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ പറയാറില്ല. ഡയമെൻഷൻ ഓഫ് ഈറ്റ ഈസ് എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -1. ഡയമെൻഷൻ ഓഫ് എ റേഡിയസ് ആണ് എൽ. ഡയമെൻഷൻ ഓഫ് വി എൽ ടി റൈസ് ടു -1. ഇതെല്ലാം ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. ഇപ്പോൾ എം എൽ ടി റൈസ് ടു -2 ഈസ് ഈക്വൽ ടു എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -1. വിസ്കോസിറ്റിയുടെ ഡയമെൻഷനാണ്. റൈസ് ടു എക്സ് എൽ റൈസ് ടു വൈ എൽ ടി റൈസ് ടു -1 റൈസ് ടു ഇസഡ്. ബ്രാക്കറ്റ് മാറ്റുക റൈറ്റ് സൈഡിൽ. എം എൽ ടി റൈസ് ടു -2നെ എം റൈസ് ടു 1 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 എന്ന് എഴുതാം. എം മാത്രമാണെങ്കിൽ എം റൈസ് ടു 1 ആണ്. റൈറ്റ് സൈഡിൽ നമുക്ക് എം റൈസ് ടു എക്സ് എൽ റൈസ് ടു -x ടി റൈസ് ടു -x പവർ ചെയ്യണം. പിന്നെ എൽ റൈസ് ടു വൈ ഇൻറ്റു അവസാനം എൽ റൈസ് ടു ഇസഡ് ടി റൈസ് ടു -z. ഇനി ഒരേ ടൈം ലൈക്ക് ടൈമിൻ്റെ പവറെല്ലാം കൂട്ടിയെഴുതുക. ലൈക്ക് ടൈംസ് ഗുണിക്കുക. ഇപ്പോൾ പവർ കൂട്ടിയാൽ മതി. ഇപ്പോൾ എൽ എച്ച് എസ് അതുപോലെ റിപ്പീറ്റ് ചെയ്യും. എം റൈസ് ടു 1 എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 ഈസ് റൈറ്റ് സൈഡിൽ എം റൈസ് ടു എക്സ് എൽ റൈസ് ടു പവറെല്ലാം കൂട്ടണം. -x + y + z ആണ്. 3 ടൈം ഉണ്ട് എല്ലിന്. പിന്നെ ടി റൈസ് ടു -x -z ടി റൈസ് ടു ആട്ടെ ടി റൈസ് ടു. ഇനി നമ്മൾ ഈ പവറെല്ലാം അപ്പുറം ഇപ്പുറം ഇക്വേറ്റ് ചെയ്യണം. രണ്ട് സൈഡിലെ പവേഴ്സ് എം എൽ ടിയുടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് നോക്കൂ. പവേഴ്സ് ആർ ഇക്വേറ്റഡ്. ഇക്വേറ്റിംഗ് പവേഴ്സ് വി ഗെറ്റ് x1 ഈസ് ഈക്വൽ x -1 + y + z ഈസ് 1. അത് എല്ലിൻ്റെ പവറാണ്. പിന്നെ ടിയുടെ പവർ -x -z ഈസ് -2 ടിയുടെ പവർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മൈനസ് മൈനസ് വെട്ടിപ്പോയാൽ x + z ഈസ് ഈക്വൽ 2 എന്ന് കിട്ടും. എക്സിന് വാല്യൂ 1 എന്ന് മുകളിലുണ്ട്. ഇപ്പോൾ 1 + z ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. z ഈസ് 2 - 1. അങ്ങനെ z 1 എന്ന് കിട്ടും. x 1 കിട്ടി, z 1 കിട്ടി. ഇപ്പോൾ രണ്ടും ആ രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കുക. ഈ കാണുന്ന ഇക്വേഷൻ കൊടുക്കുക. ആരോ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ -1 + y + 1 ഈസ് 0. -1 + 1 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ പോയി y 1 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് x ഈസ് 1 y ഈസ് 1 z ഈസ് 1 എല്ലാം 1 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 1 കൊടുക്കുക. ഏതാണ് ഇക്വേഷൻ 1 എന്ന് നോക്കി തിരിച്ചു പോയി നോക്കാൻ വേണമെങ്കിൽ ഇതാണ് ഇക്വേഷൻ 1. ഈ കാണുന്ന ഇക്വേഷൻ 1 അതിനകത്ത് കൊടുക്കുക. അതിനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുട്ട് ഇൻ 1 ദാറ്റ് ഈസ് f ഈസ് ഈക്വൽ ടു k ഈറ്റ റൈസ് ടു x ഈറ്റ റൈസ് ടു 1 a റൈസ് ടു 1 b റൈസ് ടു 1. അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ എല്ലാം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈറ്റ എ വി എഴുതിയാൽ മതി. എഫ് ഈസ് കെ ഈറ്റ എ വി. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടില്ല, ഇത്രയും കോൺസ്റ്റന്റ് വാല്യൂ കിട്ടില്ല എന്നുള്ളത് ഡയമെൻഷണൽ മെത്തേഡിൻ്റെ ഒരു ഡിഫക്റ്റാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിസഡ്വാൻറ്റേജ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കെയുടെ വാല്യൂ മറ്റു രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അത് 6π എന്ന് കിട്ടും. ദ വാല്യൂ ഓഫ് കോൺസ്റ്റന്റ് ഈസ് ഫൗണ്ട് ടു ബി 6π ബൈ അതർ മെത്തേഡ്സ്. therefore f is equal to 6π eta av. This is Stokes formula. അങ്ങനെ f 6π eta av എന്ന് കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്സ് ഫോർമുല. ഈ ഫോർമുലയിൽ നിന്ന് നമ്മൾ ഈറ്റയ്ക്ക്, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കും. അതെങ്ങനെ നോക്കൂ. എക്സ്പ്രഷൻ ഫോർ ഈറ്റ f is equal to 6π eta av. ഇക്വേഷൻ നമ്പർ. അടുത്ത നമ്പർ വേണമെന്ന് മാർക്ക് ചെയ്യാം. പുതിയ കേസാണല്ലോ. ദ വിസ്കസ് ഫോഴ്സ് ബാലൻസസ് വിത്ത് എഫക്റ്റീവ് വെയിറ്റ് ഓഫ് ദി ബോൾ. ആ ബോളിന് ലിക്വിഡിനകത്ത് എന്ത് എഫക്റ്റീവ് വെയിറ്റ് ഉണ്ട്. എഫക്റ്റീവ് വെയിറ്റ് വെച്ചാൽ ആക്ച്വൽ വെയിറ്റ് അല്ല, ആ ലിക്വിഡിനകത്തുള്ള വെയിറ്റ് ആണ്. അപ്പോൾ എഫക്റ്റീവ് വെയിറ്റുമായിട്ട് വിസ്കസ് ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. എഫക്റ്റീവ് വെയിറ്റ് mg. എം എന്ന് പറയുന്നത് അതിൻ്റെ എഫക്റ്റീവ് മാസാണ് ബോളിൻ്റെ ലിക്വിഡിനകത്തുള്ള. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം കാണുന്നത് എങ്ങനെയാണ്? എം കാണുന്നത് പറഞ്ഞാൽ ആക്ച്വൽ മാസ് മൈനസ് മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ആക്ച്വൽ മാസ് മൈനസ് മാസ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, ദാറ്റ് ഈസ് 4/3π a cubed rho മൈനസ് 4/3π a cubed സിഗ്മ ഇൻറ്റു g. അതായത് 4/3π a cubed rho എന്ന് പറഞ്ഞാൽ
ആ ബോളിൻ്റെ എയറിലെ അല്ലെങ്കിൽ വാക്വത്തിലെ മാസാണ്. 4/3 A³ സിഗ്മ എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ മാസാണ്. അപ്പോൾ ആദ്യത്തിൽ നിന്ന് രണ്ടാമത്തത് കൊടുക്കുന്നതാണ് എഫക്റ്റീവ് മാസ്, ആ ബോളിൻ്റെ ലിക്വിഡിനകത്തുള്ള എഫക്റ്റീവ് മാസ്. എഫക്റ്റീവ് മാസിനെ ജി കൊണ്ട് വിളിക്കുന്നത് എഫക്റ്റീവ് വെയിറ്റ്. ഇപ്പോൾ എഫ് ആണ് എഫക്റ്റീവ് വെയിറ്റ് mg. ഹിയർ റോ ഇസ് ദി ഡെൻസിറ്റി ഓഫ് ദി ബോൾ ആൻഡ് സിഗ്മ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, അങ്ങനെ എഴുതണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 4/3 കോൺഫാക്ട് എടുത്താൽ എഫ് ഈസ് 4/3 ഇൻറ്റു റോ മൈനസ് സിഗ്മ ജി എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നേരത്തെ കിട്ടിയ സ്റ്റോക്സ് ഫോർമുലയിലെ എഫും ഈ എഫും തുല്യമാണ്, അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇക്വേറ്റിംഗ് 1 and 2. Equating 1 and 2, we get 6 pi eta AV is equal 4/3 pi A³ into rho minus sigma G. അവിടെ ഒരു പൈ ഉള്ളത് അപ്പുറം ഇപ്പുറം വെട്ടിപ്പോകും, വേറെ ഒരു എ വെട്ടിപ്പോകും. A³ എ ഇപ്പുറത്തെ എയും വെട്ടിപ്പോയി A² എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു 2/9, 2 വെട്ടിപ്പോകും. എന്നിട്ട് ഇപ്പോഴത്തുള്ള 3 കൂടി താഴെ കൊണ്ടുവരും, ചെല്ലുമ്പോൾ 2/9 A². റോ മൈനസ് സിഗ്മ ജി ബൈ വി. ഈറ്റ ഫോർമുല കാണാതെ പഠിക്കണം, പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഈറ്റ ഈസ് 2/9 A² റോ മൈനസ് സിഗ്മ ജി ബൈ വി. അതായത് ഗ്ലിസറിൻ പോലെയുള്ള ഹൈലി വിസ്കസ് ലിക്വിഡിനകത്ത് ഈ ബോൾ ഡിസെൻഡ് ചെയ്യുമ്പോൾ അത് വെച്ച് കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി കാണുന്ന ഫോർമുലയാണ് ഈറ്റ ഈസ് ഈക്വൽ ടു 2/9 A² റോ മൈനസ് സിഗ്മ ജി ബൈ വി. A ball radius, rho density of a ball, material of ball, sigma that of liquid, G 9.8 and V is the terminal velocity. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ഇത് വെച്ച് നമ്മൾ വിസ്കോസിറ്റി കണ്ടുപിടിക്കുക. ഇതിൽ പ്രാക്ടിക്കലിനുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. അത് ചിലപ്പോഴും ചെയ്യുള്ളൂ, കാരണം ഇത് ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കും. എക്സ്പെരിമെൻ്റ് വിത്ത് സ്റ്റോക്സ് മെത്തേഡ്. ഇപ്പോൾ സ്റ്റോക്സ് മെത്തേഡ് ഇത്രയുള്ളത്, നമ്മൾ പിന്നെ ഒരു വലിയൊരു ടോൾ ജാർ എടുക്കണം, അതിനകത്ത് ഗ്ലിസറിൻ അല്ലെങ്കിൽ കാസ്റ്റ് ഓയിൽ നിറക്കണം. 2 പോയിന്റുകൾ കുറച്ച് താഴോട്ട് മാറി, കാരണം ബോൾ കുറച്ച് ഇറങ്ങിയാൽ ടെർമിനൽ വെലോസിറ്റി ആകുള്ളൂ. അതിൽ കുറച്ച് താഴോട്ട് മാറി 2 പോയിന്റ്, 2 ലെവൽ എ ബി മാർക്ക് ചെയ്യണം. ഒരു 10 സെൻറ്റിമീറ്റർ ഇടവിട്ട് അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ ഇടവിട്ട് 2 ലെവൽ മാർക്ക് ചെയ്യണം. ആ ബോള് കീഴ്പോട്ട് ഇറങ്ങുമ്പോൾ എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കാനുള്ള ടൈം നമ്മൾ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ സഹായത്തിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എ ബി മാർക്ക് ചെയ്യുന്നത്. ഒരു 10 സെൻറ്റിമീറ്റർ ഇടവിട്ട് മാർക്ക് ചെയ്താൽ മതി. കുറച്ച് ട്യൂബിൻ്റെ കുറച്ച് താഴോട്ട് മാറ്റിയോടെ മാർക്ക് ചെയ്യാനാണ്. എക്സ്പെരിമെൻ്റ് സ്റ്റോക്സ് മെത്തേഡ്. Viscosity of highly viscous liquid like glycerin is determined by Stokes method. Stokes method വെച്ചിട്ടാണ് വിസ്കോസിറ്റി കാണുക. സ്റ്റീൽ ബോൾസ് ഓഫ് ദി സൈക്കിൾ ബോളാണ് വാങ്ങിക്കുന്നത്. നമ്മൾ സൈക്കിൾ കടയിൽ പോയി സൈക്കിൾ ബോൾ വാങ്ങിച്ചാണ് ചെയ്യുന്നത്. സ്റ്റീൽ ബോൾസ് ഓഫ് ദി സെയിം സൈസ്, മിക്കവാറും ഒരേ സൈസുള്ള ബോൾ ആയിരിക്കണം. സെയിം സൈസ് are dropped into the liquid contained in the toll jar. 2 marks A and B are made on the jar enough below the free surface. അപ്പോൾ ഫ്രീ സർഫസിന് ശരിക്കും താഴെ മാർക്ക് ചെയ്യണം, കാരണം എന്നാലും ഇത് ടെർമിനൽ വെലോസിറ്റി കിട്ടുള്ളൂ. Can be are made on the jar enough below the free surface of the liquid so that the ball attains terminal velocity by the time that the ball reaches the mark A. Mark A എത്തുമ്പോൾ ടെർമിനൽ വെലോസിറ്റി ബോളിന് കിട്ടണം എന്ന രീതിയിൽ വേണം എ എന്നുള്ള മാർക്ക് കുറച്ച് താഴോട്ട് മാറ്റി മാർക്ക് ചെയ്യാൻ. The time taken by the ball to travel from A to B is noted. ഒരു സ്റ്റോപ്പ് വാച്ച് നമ്മൾ നോട്ട് ചെയ്യണം. എയിലെത്തുമ്പോൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുകയും ബിയിലെത്തുമ്പോൾ അത് നിർത്തുകയും ചെയ്തിട്ട് ടൈം നോട്ട് ചെയ്യണം. നോട്ടഡ്. ദി ആവറേജ് ടൈം ടേക്കൺ ബൈ ദി ബോൾസ്
of the same size is found out, then terminal velocity is calculated by the equation v is s by t, distance by time, where s is ab ദൂരം 10 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. Knowing the radius of the ball മെഷർഡ് യൂസ് സ്ക്രൂ ഗേജ്. നമ്മൾ റേഡിയസ് അളക്കാനായിട്ട് സ്ക്രൂ ഗേജ് ആണ്. ഇപ്പം എല്ലാ ബോളിലും ഒരു സൈസ് ആകുമ്പോൾ ഒരു ബോളിനെ കണ്ടാലും മതി. ദ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ഈസ് ഫൗണ്ട് ബൈ ദി റിലേഷൻ. കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി നമ്മൾ ഈ റിലേഷൻ വെച്ച് കാണും. എന്താണ് റിലേഷൻ? കാണാതെ പഠിക്കേണ്ട റിലേഷനാണ്. പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഈറ്റ ഈസ് 2/9 a സ്ക്വയർ റോമൻ സിഗ്മ g/v. കാണാതൊക്കെ പഠിക്കാവോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. കാണാതൊക്കെ പഠിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലർ. അതിൽ കാര്യമില്ല. കാണാതെ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഫോർമുല കാണാതെ അറിഞ്ഞില്ലെങ്കിൽ നമ്മളിത് എഴുതി കണ്ടുപിടിക്കണം. ദാറ്റ് വിൽ ടേക്ക് ടൈം. അതിനുള്ള സമയമൊന്നും എക്സാമിനേഷൻ ഹാളിൽ കാണത്തില്ല. അതുകൊണ്ട് ഫോർമുല കാണാതെ പഠിക്കുക തന്നെ വേണം. കാണാതെ പഠിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കാനുള്ളത് ഈ ഫോർമുലയൊക്കെ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുക നമ്മൾ പരീക്ഷ ഹാളിൽ ഇരുന്ന്. അതുകൊണ്ട് ജസ്റ്റ് കാണാതെ പഠിച്ചാൽ പെട്ടെന്ന് ചെയ്യാം. ഈറ്റ ഈസ് 2/9 a സ്ക്വയർ റോമൻ സിഗ്മ g/v. അപ്പം ഇതിൻ്റെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഡിറൈവ് സ്റ്റോക്സ് ഫോർമുല ആൻഡ് ഡിസ്ക്രൈബ് ദ സ്റ്റോക്സ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് വിസ്കോസിറ്റി. ഇപ്പം സ്റ്റോക്സ് ഫോർമുല കണ്ടുപിടിക്കുക, മെത്തേഡ് എഴുതുക. That is all with your 60th class on paper 1 mechanics and properties of matter. Thank you very much.